അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ, പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ റമദാൻ, ആ റമദാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ കടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ 20ാമത്തെ രാവിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ്. 20ാമത്തെ രാവാൻ, നാളെ പകൽ 20ാമത്തെ പകലാണ്. അതായത് റമദാനിനെ മൂന്നായി നമ്മൾ ഓഹരിയാക്കിയാൽ ആദ്യത്തെ 10 വിട പറഞ്ഞു, രണ്ടാമത്തെ 10 വിട പറയാൻ ഒരുങ്ങുന്നു. നാളത്തെ മഗ്‌രിബോടുകൂടി രണ്ടാമത്തെ 10 ദിനങ്ങൾ നമ്മളോട് വിട പറയുന്നു. പിന്നെ മൂന്നാമത്തെ 10ലേക്ക് നാളെ മഗ്‌രിബോടുകൂടി നമ്മൾ കടക്കുന്നു. നാളെ മഗ്‌രിബോടുകൂടി 21ാം രാവ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ പ്രവേശിച്ചത് 20ാമത്തെ രാവിലേക്കാണ്. അതായത് റമദാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ്. ഇനി നമുക്കൊരു രാവ് രണ്ടാമത്തെ 10ൽ കിട്ടാനില്ല. റബ്ബേ, വെള്ളിയാഴ്ച രാവാൻ, 20ാമത്തെ ദിനത്തിന്റെ രാവാൻ. ഞങ്ങളിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ ഔറാദുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. പുണ്യമായി വെള്ളിയാഴ്ച രാവിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ, പ്രത്യേകം ഉസ്താദെ ദുആരക്കണേ എന്ന് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു, ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ലിസ്റ്റ് നിനക്കറിയാം. അള്ളാഹു, അവരുടെയും ഞങ്ങളുടെയൊക്കെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റിത്തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പം നാളെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പകലാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വമൊക്കെ നമുക്കറിയാമല്ലോ. ആ പുണ്യമായ മഹത്വം നിറഞ്ഞ രാവിനെ നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിൽ കണ്ട് നമ്മൾ ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. നാളെ മഗ്‌രിബോട് കൂടി നമുക്ക് മൂന്നാമത്തെ 10ൽ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചൊല്ലാം. അല്ലാഹു തആല ഇന്നത്തെ ഈ രാവിൽ നമ്മൾ ചൊല്ലുന്ന, നമ്മുടെ ഒരുമിച്ച് കൂടലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നല്ല ഖൈറായ പ്രവർത്തനങ്ങളാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് ചൊല്ലാറുണ്ടല്ലേ. മൗലിദ് ചൊല്ലുമ്പോൾ നമ്മൾ ഈ 4 വരി, ഇതൊരു ബൈത്താണ്, ഇതൊരു സ്വലാത്താണ്. നമുക്കിത് റമദാനിലും ചൊല്ലാം, അതല്ല എപ്പോഴും ചൊല്ലാം. ഇതൊരു സ്വലാത്താണെന്ന് പലർക്കും അറിയില്ല. ഇൻഷാ അല്ലാഹ് ആ ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലിയാലോ. റബീഉൽ അവ്വൽ മാത്രം നമ്മൾ മൗലിദ് ഓതുമ്പോൾ ചൊല്ലുന്ന ഒരു ബൈത്തായിട്ട് നമുക്കിതിനെ കണക്കാക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാവും. പരീക്ഷ എഴുതുന്ന മക്കളല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇത് ചൊല്ലാം. അവർക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ചൊല്ലണം. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളുള്ള ആളുകളുണ്ട്, പ്രയാസങ്ങൾ, എല്ലാ പ്രയാസമൊക്കെ മാറണം. അങ്ങനെ മനസ്സിൽ കരുതി ഈ സ്വലാത്ത്, ഇതൊരു സ്വലാത്താണ്, ഇതൊരു ബൈത്താണ്. ഏത് കണത്തിലും നമുക്ക് പെടുത്താം. ചൊല്ലിയാലോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ചൊല്ല്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വിശുദ്ധമായ റമദാൻ, ആ റമദാനിൽ എന്നല്ല എല്ലാ ദിവസവും 365 ദിവസവും നമ്മൾ പറയേണ്ടതും പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നതുമായ ഒരു പുണ്യമായ ദിക്ർ. അതായത് വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ 4 വചനങ്ങളാണ്. ഏതാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ആ 4 വചനങ്ങൾ നമുക്ക് ഒന്നിച്ച് പറയാം. പറഞ്ഞോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 റമളാനിന്റെ 2ാമത്തെ 10
നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട പ്രധാനപ്പെട്ടൊരു ദുആയാണ്, ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. അത് വല്ലാത്തൊരു അടിമ ചോദിക്കുന്ന, കേണ് ചോദിക്കുന്ന ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ മാത്രമല്ല, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞും അതല്ലാതെ ഫ്രീ ആകുന്ന ഏത് ടൈമിലും ഈ ദുആ നമ്മൾ അധികരിപ്പിക്കണം, മറന്നു പോകരുത്. اللهم اغفر لي ذنوبي يا رب العالمين. 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 മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ നാവിൽ നിന്ന വചനങ്ങൾ പറയൽ അത് ബറക്കത്താണ്, അത് വലിയ ശ്രേഷ്ഠതയാണ്, അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ദുആയുണ്ട് അല്ലേ, ദുആ ദിന്നൂൻ എന്നൊക്കെ പല പേരിലാണ് അത് അറിയപ്പെടുക. നമുക്ക് ആ ഒരു ദുആ എന്ന് പറഞ്ഞാലോ, അള്ളാഹു തആല അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും തരട്ടെ. നമുക്കൊന്ന് പറഞ്ഞാലോ, പറഞ്ഞേ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ പടച്ചവനെ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അല്ലാഹുവേ, ഞാൻ ഒരു അബദ്ധത്തിൽ പെട്ടുപോയി, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അല്ലാഹു നീ അത് വിട്ടുപുറത്ത് മാപ്പ് തരണം, ഇല്ലെങ്കിൽ ഞാൻ നഷ്ടമാളികളിൽ പെട്ടുപോകും. അല്ലാഹുവേ, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയി, അതുകൊണ്ട് എൻ്റെ പാപം പുറത്തു തരണേ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ദുആയാണ്. പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ
ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നൊക്കെ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ സ്വർഗത്തിൽ വെച്ച് ഒരു പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ പഴം കഴിച്ചുപോയി. അതൊക്കെ നമുക്കറിയാലോ ആ സംഭവം. അപ്പോൾ അതിലൊരു മനം നൊന്തിട്ട് മഹാനായ ആദം നബി ഒരുപാട് അള്ളാഹുവിനോട് തൗബ ചെയ്തു എന്നാണ്. എങ്ങനെയാ തൗബ ചെയ്തത്? സുജൂദിലും റുക്കൂഇലും അതല്ലാത്ത സമയത്തുമൊക്കെ. നമ്മുടെ കിതാബിൽ കാണുന്നത് 40 വർഷം അല്ലെങ്കിൽ 40 ദിവസം അങ്ങനെയും കാണുന്നുണ്ട്, 40 മാസം. അപ്പോൾ അത്രമാത്രം മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞു അവസാനം അല്ലാഹു തആല തൗബ സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ തൗബ ചെയ്താൽ അല്ലാഹു തആല തൗബ സ്വീകരിക്കും. അപ്പോൾ നമുക്ക് മഹാനായ നമ്മുടെ വല്ലുപ്പ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറ്റിപ്പോയ ഒരു പിഴവിൻ്റെ പേരിൽ മഹാനവറുകൾ പറഞ്ഞ തൗബയുണ്ട്. ആ തൗബ നമുക്കും പറഞ്ഞാലോ? അല്ലാഹു നമ്മുടെ പിഴവുകളും തെറ്റുകളൊക്കെ പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن
من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين വിശുദ്ധ റമളാനിൻ്റെ 1 മുതൽ 30 വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ എല്ലാ സമയത്തും പറയൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, പ്രത്യേകമായി പറയേണ്ട, പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമായ ദിക്ർ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു നീ അല്ലാതെ മറ്റാരുമില്ല. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു തരണേ അല്ലാഹ്. അസ്അലുക്കൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്, സ്വർഗ്ഗം ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം തരണേ അല്ലാഹ്. 4 കാര്യം. ഈ 4 കാര്യവും എപ്പോഴും ചോദിക്കണം. നമുക്കൊന്ന് ചോദിച്ചാലോ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, സ്വർഗ്ഗം മുന്നിൽ കണ്ട് നരകം മുന്നിൽ കണ്ട് അല്ലാഹുവേ ആ സ്വർഗ്ഗത്തിലേക്ക് കടത്തണം, ആ നരകത്തിൽ നിന്നുള്ള മോചനം തരണം എന്ന് മനസ്സിൽ കരുതി പറയാം. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار
أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. പരിശുദ്ധ റമളാനിലെ നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നു, തസ്ബീഹുകൾ പറയുന്നു, അല്ലേ? ഒരുപാട് നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ രക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമാണ് സ്വലാത്ത്. അതൊരിക്കലും മറക്കരുത്. വെള്ളിയാഴ്ച രാവിലും പകലിലും മാത്രമല്ല, എല്ലാ ദിവസവും റമളാനിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ റമളാൻ അല്ലാത്ത മാസം 70 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. അപ്പോൾ നമ്മൾ ഈ റമളാനിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 70 സ്വലാത്ത് ചൊല്ലിയ 70 നമ്മൾ പറയുന്നു, പക്ഷെ അള്ളാഹു തആല അത് കൂട്ടി തരും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 6 ലക്ഷവും 7 ലക്ഷവും പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്നൊരു സ്വലാത്താണ് റമളാനിൽ ചൊല്ലുന്നതെങ്കിലോ പിന്നെ പറയണോ? അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. അദദു സ്വലാത്ത് നമ്മൾ ചൊല്ലാറുള്ളതാണ്, ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലുമ്പോൾ അവൻ്റെ മനസ്സിൽ വരുന്ന നല്ല നീയത്തുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമെന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ഉദ്ദേശങ്ങൾ കൊണ്ടുപോവാം. മോശപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ല ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് സ്വലാത്ത് ചൊല്ലണം. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا
മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ റമളാനിന്റെ ഈ രണ്ടാമത്തെ പത്തിൽ, ഈ സുന്ദരമായ ദിനത്തിൽ നമ്മൾ ഈ ചൊല്ലിയ, നമ്മൾ പറഞ്ഞ, നമ്മൾ അള്ളാഹുവിലേക്ക് തേടിയ ഈ ദുആയും ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം അള്ളാഹു താല പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ചൊല്ലിയ സമയത്ത് പല ചിന്തയിൽ ചൊല്ലിയവരുണ്ട്, അല്ലേ? ചിലപ്പോൾ ശ്രദ്ധ തെറ്റിപ്പോയവരുണ്ട്, ആത്മാർത്ഥത നമുക്ക് കുറഞ്ഞുപോയ സമയങ്ങളുണ്ട്. എല്ലാം അള്ളാഹു താല മാപ്പ് തന്ന് നമ്മുടെ ഈ ഒരു മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസ് അതൊക്കെ ഓതി നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അല്ലാഹുവേ, പടച്ച റബ്ബേ, വിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ രണ്ടാമത്തെ പത്ത് വിട പറയുകയാണ്. ആ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. റബ്ബേ, നിന്റെ മഗ്ഫിറത്ത് തരണയല്ലാ, മർഹമത്ത് തരണയല്ലാ. അല്ലാഹു, നിന്റെ പാപമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റമളാനിന്റെ മൂന്നാമത്തെ പത്ത് ഞങ്ങളിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുകയാണ്. നരകമോചനം തരണയല്ലാ, സ്വർഗപ്രവേശനം തരണയല്ലാ. റമളാനിന്റെ ഈ ദിവസം വരെ, ഈ രാവ് വരെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകൾ, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള തസ്ബീഹുകൾ, ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, ഒരുപാട് ന്യൂനതകളുണ്ടെല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ റഹ്മാനേ. പരിശുദ്ധമായ മൂന്നാമത്തെ പത്തിന്റെ ലൈലത്തുൽ ഖദർ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. റബ്ബേ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ലൈലത്തുൽ ഖദർ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. വിശുദ്ധമായ റമളാൻ ഞങ്ങൾ പിടിക്കുന്ന നോമ്പിൽ ഒരുപാട് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. എല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് റമളാൻ അനുകൂലമായ സാക്ഷിയാക്കി തരണേ അല്ലാ.
കരുണയുള്ള അല്ലാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ദുആഇനെയും ഞങ്ങളുടെ ദിക്റുകളെ, ഞങ്ങളുടെ തസ്ബീഹുകളെ, ഞങ്ങളുടെ സ്വലവാത്തുകളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഖുർആൻ ഓതുന്നുണ്ട്, കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, ഫർദ് നിസ്കരിക്കുന്നുണ്ട്. അല്ലാഹുവേ അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ. തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഞങ്ങൾ ഓരോരുത്തരും അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാ തെറ്റുകളും അബദ്ധങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ്, ഇത് ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്. സ്വീകരിക്കണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതകാലത്ത് തെറ്റുകളില്ലാതെ പാപങ്ങളില്ലാതെ നല്ല ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉമ്മ, ഞങ്ങളുടെ വാപ്പ, അതുപോലെ ഞങ്ങളുടെ ഉസ്താദുമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ കൂട്ടുകാര്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവര്, ഞങ്ങളുടെ കുടുംബാദികൾ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ, ഞങ്ങളുടെ മരുമക്കൾ, അല്ലാഹുവേ സഹോദരി സഹോദരന്മാർ, ആരെല്ലാം മരണപ്പെട്ട് ഖബറാകുന്ന ലോകത്ത് കഴിയുന്നു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ഈ റമളാനിന്റെ പ്രകാശം കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഖുർആനിന്റെ ഹക്ക് കൊണ്ട് അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയാവാനുള്ളവരാണ്. അതിനു മുമ്പ് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. ആ ദീർഘായുസാകുന്ന, ആഫിയത്താകുന്ന അല്ലാഹുവേ, ആ ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഖബറിന്റെ ഞെരുക്കമുണ്ടെന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിയാത്തവരായിരിക്കും മുഅ്മിനീങ്ങളെന്നാണ്. റബ്ബേ, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ആമീൻ പറയുന്ന ഉമ്മമാര്, ഉപ്പമാര് സാധുക്കളാണ്. അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചവരാണ്. റബ്ബേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മുഅ്മിനീങ്ങൾ അവരൊക്കെ പറയുന്ന ആമീൻ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ബീവിമാര്, ഉസ്താദുമാര്, സയ്യിദന്മാര്, പാവപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉമ്മമാര്, ഉപ്പമാര് പങ്കെടുക്കുന്ന മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം തരണേ അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10 ഞങ്ങളോട് വിട പറഞ്ഞു പോയി. നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. പാപമോചനം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്. ഖൈറായ മക്കൾ അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു, റിസൾട്ട് പലരും കാത്തിരിക്കുന്നു. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കെട്ട കാലമാണ്, മോശപ്പെട്ട കാലമാണ്. സംവിധാനങ്ങൾ ഒരുപാട് മോശമാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വഴിതെറ്റി പോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്ന് മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ, മദ്യത്തിന്റെ, അതുപോലെ തന്നെ അശ്ലീല പ്രവർത്തനങ്ങളുടെ കാലമാണ്. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ മക്കള് ജയിലിലാണ്, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്നോ വാർത്ത കേട്ട് തകർന്നു പോകുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയ്യത്തിലാക്കണേ അല്ലാ. ആൺകുട്ടികളെ കാക്കണേ അല്ലാ, പെൺകുട്ടികളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ സ്വഭാവം നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ കച്ചവടം, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി തരണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടം, ബിസിനസ് നീ ലാഭകരമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആയിരക്കണക്കിന്
കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങൾ റബ്ബേ ഓരോ ദിവസവും വീഡിയോകൾക്ക് താഴെ ഞങ്ങളുടെ വീഡിയോകൾക്ക് ഞങ്ങളുടെ ദുആഇന്റെ മജ്ലിസുകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയാറുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല, അവരേത് നാട്ടുകാരാണെന്നറിയില്ല, എല്ലാം നീ അറിയുന്നവനാണ് അല്ലാഹുവേ, നീ സാക്ഷിയാണ്. ആരെല്ലാം ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് പറയുന്നു. ഒരുപാട് പേർക്ക് കമന്റ് എഴുതാൻ അറിയില്ല, ഉസ്താദെ നിങ്ങൾ ദുആരക്കണമെന്ന് നേരിട്ട് കണ്ടു പറഞ്ഞവരുണ്ട്. റഹ്മാനെ അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് നേരിട്ട് കണ്ടു പറയുന്നു, കമന്റിലൂടെ എഴുതി പറയുന്നു, എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഈ ദിക്റിന്റെ മജ്ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയുന്നത്. നീ ഉത്തരം തരണേ അല്ലാ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം മനസ്സിൽ ഹലാലായ മുറാദ് കരുതുന്നുണ്ടോ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട് അല്ലാഹുവേ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് റമളാനിന്റെ ഹക്ക് കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹുവേ, കടം കൊണ്ട് പൊറുതിമുട്ടുന്നവരാണ്. ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാനാവാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു അല്ലാഹുവേ. ആ ഹറാമിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. അതിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എത്രയോ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ടും രോഗങ്ങൾ മാറാത്ത, പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഈമാനിനെ നീ കവർന്നെടുക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ രോഗം, ഞങ്ങളുടെ ഉമ്മയുടെ, ഞങ്ങളുടെ വാപ്പയുടെ, ഞങ്ങളുടെ ഭർത്താവിന്റെ, ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ സഹോദരിമാരുടെ, സഹോദരങ്ങളുടെ, കൂട്ടുകാരുടെ, നാട്ടുകാരുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകളിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ക്യാൻസർ രോഗത്തിന് അടിമയാണ്. അതുപോലെ ബ്രെയിൻ ട്യൂമർ വന്നു, സ്ട്രോക്ക് വന്നു, അറ്റാക്ക് വന്നു, മറ്റു ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അതുപോലെ യൂറിക് ആസിഡ്, തൈറോയിഡ്, അതുപോലെ വെരിക്കോസ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. അതുപോലെ തന്നെ ന്യൂറോ പ്രശ്നങ്ങൾ, നരമ്പിന്റെ രോഗങ്ങൾ, വൈറസ് സംബന്ധമായ അസുഖങ്ങൾ. റഹ്മാനെ, ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ നിരവധി അസുഖങ്ങൾ പലർക്കുമുണ്ട് അല്ലാഹുവേ. ശാരീരികമായ മാനസികമായ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവൻ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവരെ നീ ദുനിയാവിലോ ആഖിറത്തിലോ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വലാഹിയത്തിലാക്കണേ അല്ലാ. അവരെഴുതുന്ന പരീക്ഷകൾ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ, നല്ല ഭാവി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സ്വന്തമായി വീടില്ല, വീടുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖൈറായ എളുപ്പവഴി തുറന്നു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ വിദേശത്തുള്ള പ്രവാസികളായ ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളുടെ വീഡിയോകൾ, ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്, അവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. ലക്ഷദ്വീപുകാരായ ഒരുപാട് പേരുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞു, അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ഞങ്ങളുടെ ക്ലാസുകൾ കാണുന്നവരാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നെല്ലാം ഒരുപാട് പേര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങൾ ചോദിക്കുകയാണ്, എന്തെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഹലാലായ മുറാദുണ്ടോ ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങളുണ്ടോ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, വിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് മഗ്ഫിറത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നരകമോചനം തരണേ അല്ലാ, സ്വർഗ്ഗപ്രവേശനം തരണേ അല്ലാ. ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കബൂലാക്കണേ അല്ലാ. ഈ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ രോഗങ്ങളായി മറ്റ് പ്രയാസങ്ങളായി കഴിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ പ്രതിഫലങ്ങൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദേ, ഞങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പരിഭവം പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. ഖുർആൻ ഓതാൻ കണ്ണ് കാണുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റമളാൻ അവർക്കും ഞങ്ങൾക്കും നീ അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാ. അല്ലാഹുവേ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹുവേ, പടച്ചവനെ, ആക്സിഡന്റ് പറ്റി മണിക്കൂറുകളോളം റോഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയൊന്നും വരുത്തല്ലേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഹോസ്പിറ്റൽ കഴിയുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് റഹ്മാനെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീക്ക് നസീബാക്കണേ അല്ലാ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله റബ്ബ് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, ദുആയിനെ കബൂലാക്കട്ടെ. ഒരുപാട് പേര് വീണ്ടും ഒക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബ സംഗമത്തിന് പ്രസംഗിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ ആ സദസ്സിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ സംഘാടകർ പറഞ്ഞു, ഉസ്താദെ, ഇത് ഒരുപാട് കുടുംബ അംഗങ്ങളുള്ള ഒരു സദസ്സാണ്. അപ്പോൾ ഇവിടെ ഒരു 2 മണിക്കൂർ നീണ്ട വാഴലല്ല ആവശ്യം. ഇവിടെ വേണ്ടത് ഒരു സൈക്കോളജിക്കൽ ക്ലാസ് ആണ്, ഒരു ഫാമിലി ക്ലാസ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. അവർ അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 10-45 മിനിറ്റോളം വരുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ അവിടെ എടുത്തത്. അതിൽ എങ്ങനെ നമ്മുടെ കുടുംബം നല്ല സുന്ദരമായി വലിയ സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ള ഒരു ടൈറ്റിലിൽ ഒരു ഫാമിലി ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിലൂടെ ആ ക്ലാസ് കണ്ടതാണ്. അൽഹംദുലില്ലാ, അതിലൊരുപാട് നല്ല ഗുഡ് ഫീഡ്ബാക്ക് ഒക്കെ ഒരുപാട് പേര് പറഞ്ഞതാണ്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടവരുണ്ടാവാം. കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് നമ്മുടെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലി, ഒരു ഭാര്യ ഭർത്താക്കന്മാർ, മറ്റു കുടുംബത്തിലെ മറ്റാളുകൾ എങ്ങനെയാണ് പരസ്പരം പെരുമാറേണ്ടത് നമുക്കൊക്കെ അത് അറിയാം, പക്ഷേ പലപ്പോഴും നമ്മളത് അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, ഇണക്കം എങ്ങനെ ഉണ്ടാക്കാം, പിണക്കം എങ്ങനെ മാറ്റാം, ഇണക്കമുള്ള ഒരു കുടുംബം എങ്ങനെയാവണം, വിശദമായ ഒരു ക്ലാസ് നമ്മൾ എടുത്തിരുന്നു. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിച്ചവരും എല്ലാവരും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ലാസ് ആണത്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.